ഏലപ്പാറയിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാകുന്നു. ടൗണിലും മാർക്കറ്റ് റോഡിലും രാപ്പകലില്ലാതെ തെരുവുനായ്ക്കൾ വിഹരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രികർക്ക് ടൗണിലൂടെ ഭയന്ന് വിറച്ച് യാത്ര ചെയ്യേണ്ട ഗതികേടാണ്. തെരുവുനായ്ക്കളുടെ ശല്യം കൂടിയതോടെ ഏലപ്പാറയിൽ ജനങ്ങൾക്ക് സമാധാനത്തോടെ നിരത്തിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായി. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരും നാട്ടുകാരും നായ്ക്കളെ ഭയന്നാണ് ഇപ്പോൾ ഏലപ്പാറ ടൗണിലെ നിരത്തിലൂടെ നടക്കുന്നത്. നായ്ക്കുട്ടൻ രാവും പകലും വ്യത്യാസമില്ലാതെ തിരക്കേറിയ ടൗണിലൂടെ തലങ്ങും വിലങ്ങും നടന്ന് കാൽനടക്കാരെ ഭയപ്പെടുത്തുകയാണ്. ടൗണിന് പുറമെ പഞ്ചായത്തിലെ ജനവാസ മേഖലകളിലെല്ലാം നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. മാർക്കറ്റ് റോഡിലാണ് ഏറ്റവും അധികം തെരുവു നായ്ക്കൾ വിഹരിക്കുന്നത്. മാർക്കറ്റ് റോഡ് വഴിയാണ് കുട്ടികൾ സ്കൂളിലേക്ക് തിരിച്ചും യാത്ര ചെയ്യുന്നത്. ജീവൻ പണയം വെച്ചാണ് കുട്ടികൾ ഉൾപ്പെടെ ടൗണിലൂടെയും മാർക്കറ്റിലൂടെയും യാത്ര ചെയ്യുന്നത്. ഏലപ്പാറ പരിസരവും പ്രദേശങ്ങളുമായിട്ട് ഏലപ്പാറ ടൗണും ഈ തെരുവുനായകളുടെ ഭയങ്കരമായ ശല്യമാണ്. വണ്ടിക്കാർക്ക് പോകാൻ വേണ്ടി പറ്റില്ല. കുട്ടികൾ സ്കൂൾ കുട്ടികൾ വരുന്നു, അവരെ ഓടിച്ചിട്ട് കളിക്കുന്നു. അതുപോലെ പല പല വിഷയങ്ങളാണ്. ലക്ഷം വീട് ഭാഗത്തൊക്കെ ഇതിന്റെ മാത്രമാണ് പെറ്റുപെരുകി അങ്ങനെ കിടക്കുകയാണ്. ഒരു 7 മണിയൊക്കെ ആയി കഴിയുവാണെങ്കിൽ ലക്ഷം വീടൊക്കെ നടന്നു പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കഴിഞ്ഞ ആഴ്ച പോയി ഒത്തിരി പേരെ ഇട്ടുകൊണ്ട് ഓടിച്ചു. അതുപോലെ ഈ ടൗണുകളിൽ ഒരു 5 മണി കഴിയുവാണ് ഇതിങ്ങനെ കൂട്ടം കൂടിയാണ് വരുന്നത്. ബൈക്കുകാർ വരുമ്പോഴും മറ്റുള്ള വണ്ടിക്കാർ വരുമ്പോഴും ഇതിങ്ങനെ കുറുകെ ചാടി ആൾക്കാരിനൊക്കെ ഓടിക്കുകയാണ്. ഈ പല പല ദിവസങ്ങൾ ഈ പട്ടികളിട്ട് ഓടിച്ച ആൾക്കാർ ബൈക്കുകാര് ഈ ടൗണിൽ തന്നെ വീണ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം അധികാരികൾ അതിനൊരു മുൻകൈ എടുത്തുകൊണ്ട് ഈ പട്ടികളെ എന്തെങ്കിലും ചെയ്ത് ഈ ടൗണിൽ നിന്നും ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നും മാറ്റണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അടഞ്ഞുകിടക്കുന്ന കടകളുടെ വരാന്തകളിലും മാർക്കറ്റിൽ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പ്ലാസ്റ്റിക് തിരിയൽ കേന്ദ്രത്തിലുമാണ് നായ്ക്കൂട്ടങ്ങൾ താവളമാക്കുന്നത്. നായ്ക്കൾ കുട്ടികളെയും കാൽനടക്കാരെയും ഓടിച്ച പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്കാണ് ഇവ ഏറെ ഭീഷണി സൃഷ്ടിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരും നായ്ക്കളെ കണ്ടാൽ കരുതലോടെ കടന്നുപോയില്ലെങ്കിൽ അപകടം ഉറപ്പാണ്. തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ ശക്തമായ നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. മുൻപ് ചില പദ്ധതികൾ പരീക്ഷിച്ചെങ്കിലും അവയെല്ലാം പരാജയമായിരുന്നു എന്നതിന്റെ തെളിവാണ് അലിഞ്ഞു നടക്കുന്ന നായ്ക്കൾ. നായ്ക്കളുടെ ബന്ധീകരണം ഉൾപ്പെടെയുള്ള ജോലികൾ ഏതെങ്കിലും ഏജൻസികളെ ഏൽപ്പിക്കുമ്പോൾ അവ കൃത്യമായി ഇത് നടപ്പാക്കുന്നു കൂടി പഞ്ചായത്ത് ഉറപ്പാക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. അടിയന്തരമായി നായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ.